പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് NISൻ്റെ SSLC +2 പെയിൻറ്റിങ് എക്സാമിനെ കുറിച്ചിട്ടാണ്. പെയിൻറ്റിങ് എക്സാം പ്രാക്ടിക്കൽ എത്ര മാർക്കിനാണ്, പ്രാക്ടിക്കൽ എക്സാം എത്ര മാർക്കാണ്, തിയറി എക്സാം എത്ര മാർക്കാണ്, പ്രാക്ടിക്കലിന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് എൻ്റെ വീഡിയോ കേൾക്കുന്നത്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 100 മാർക്കിൻ്റെ പേപ്പറാണ് പെയിൻറ്റിങ് എന്ന് പറയുന്ന വിഷയം. 30 മാർക്ക് തിയറിയാണ്, അതേപോലെ തന്നെ 70 മാർക്ക് പ്രാക്ടിക്കലാണ്. ഈ 30-ൽ 24-ലേക്ക് കൺവേർട്ട് ചെയ്യും തിയറി പരീക്ഷ, കാരണം 6 മാർക്ക് അസൈൻമെൻറ്റാണ്. ഇപ്പോൾ 70 മാർക്ക് പ്രാക്ടിക്കൽ, 24 മാർക്ക് തിയറി, 6 മാർക്ക് അസൈൻമെൻറ്റ്, അങ്ങനെയാണ് 100 മാർക്ക്. ഈ 70 മാർക്ക് പ്രാക്ടിക്കലിൽ നമുക്ക് ചോദിക്കാൻ സാധ്യത ഉള്ളത്, നമ്മൾ റെക്കോർഡ് മസ്റ്റാണ്. റെക്കോർഡിൽ എഴുതേണ്ട ക്വസ്റ്റ്യൻസ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ലഭിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് PCP ക്ലാസ്സിന് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ലഭിക്കുന്ന ക്വസ്റ്റ്യൻസ് അനുസരിച്ചായിരിക്കണം റെക്കോർഡ് എഴുതേണ്ടത്. എക്സാമിന് നമുക്ക് 1-2 പിക്ചർ വരയ്ക്കാനായിരിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് തന്നിട്ട് പിക്ചർ, അപ്പോൾ അതിന് കളർ കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകണം. വാട്ടർ കളറോ അല്ലെങ്കിൽ സ്കെച്ച് പേനയോ മാർക്കറോ എന്താണ് നിങ്ങൾക്ക് കളർ കൊടുക്കാൻ യോജ്യമായതെങ്കിൽ അത് നിങ്ങൾ എക്സാം ഹാളിലേക്ക് അതിൻ്റെ ഐറ്റംസ് കൊണ്ടുപോകേണ്ടതാണ്. ഇതിൻ്റെ പ്രാക്ടിക്കൽ എക്സാം നമുക്ക് ഏകദേശം 1.5-2 മണിക്കൂർ കൊണ്ട് നമുക്ക് എക്സാം എഴുതി തീർക്കാവുന്നതാണ്. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന, കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് പെയിൻറ്റിങ് എന്ന് പറയുന്ന പേപ്പർ. ഓക്കെ, അപ്പോൾ പിക്ചറുകൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉള്ള പിക്ചറുകളായിരിക്കും അവർ വരയ്ക്കാൻ തരിക. ഏതാണെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയില്ല. ഓരോ സെൻറ്ററിലും വരുന്ന ക്വസ്റ്റ്യൻസ് വ്യത്യസ്തമായിരിക്കും. ഓക്കെ, നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ പരമാവധി ആ പിക്ചറുകൾ വരയ്ക്കണം. കളർ കൊടുത്താൽ മാത്രമേ നമുക്കതിന് മാർക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, താങ്ക് യു.